പരിക്കുകൾ വിട്ടൊഴിയുന്നില്ല. പക്ഷേ ഇഷ്ടംപോലെ താരങ്ങളുള്ളതുകൊണ്ട് തന്നെ അവരിത് ബാലൻസ് ചെയ്ത് പോകുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്തായാലും ഈ ഒരു പരിക്കുകൾ വരുന്ന കാരണം അവരുടെ പ്ലാൻസിൽ എപ്പോഴും ഒരു ചേഞ്ചസ് വരുത്തേണ്ടതായിട്ട് വരും. എന്തായാലും ഇപ്പോൾ മറ്റ് 2 പരിക്കൂടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ ഒരു പരിക്ക് ആർക്കൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. എന്തായാലും സെത്ത് റോളിൻസിന് പരിക്കുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സെത്ത് റോളിൻസിന് ടോൺ മെനിസ്കസിന് ടിയർ ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സോ ആ ഒരു ടിയർ അതിൻ്റെ സർജറി ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും അത് ക്യൂർ ആകണമെങ്കിൽ നമുക്ക് ഗൂഗിളിൽ കൊടുത്തിരിക്കുന്ന 7-9 മാസമൊക്കെ പിടിക്കുമെന്നാണ്. ബട്ട് എന്തോ ലേസർ പോലത്തെ സംഭവങ്ങളൊക്കെ, ലേസർ ലൈറ്റ് പോലെ സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 3-4 മാസത്തിനുള്ളിൽ അതിന് തിരിച്ചു വരാൻ സാധിക്കുമെന്നാണ് പറഞ്ഞു വരുന്നത്. സോ സെത്ത് റോളിൻസ് റിട്ടേൺ എന്ന് പറയുന്നത് ഒരു 3-4 മാസമെങ്കിലും കുറഞ്ഞത് പിടിക്കും. സോ കുറച്ച് ഗുരുതരമായിട്ടുള്ള ഇഞ്ചറി ആണ് അദ്ദേഹത്തിന്. നീയുടെ ടോൺ മെനിസ്കസിനൊരു ടിയറാണ് അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ഇഞ്ചുറി നമ്മുടെ സ്കോട്ടിഷ് സൈക്കോപാത്തായ ഡ്രൂ മക്കിൻഡയറിനാണ്. എന്തായാലും ഡ്രൂ മക്കിൻഡയറിനും ഇഞ്ചുറി സംഭവിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൈക്ക് എന്തായാലും യൂറോപ്യൻ ടൂർ WWE നടക്കുന്നുണ്ട്. സോ അതിൻ്റെ ഇടയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇഞ്ചുറി സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ഒന്നും പുറത്തേക്ക് വന്നില്ല. അദ്ദേഹത്തിന് എത്ര നാളും മാറി നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ ഈ ഒരു ഇഞ്ചുറി എത്രത്തോളം സീരിയസ് ആണ് എന്നുള്ള കാര്യങ്ങളൊന്നും പുറത്തേക്ക് വന്നില്ല. എന്തായാലും അദ്ദേഹത്തിന് നല്ലൊരു ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടെന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. മക്കിൻഡയറിനോട് ഇഞ്ചുറി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസ്ഥ കുറച്ചുകൂടെ മോശമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്കിനി അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കാം. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഗുന്തറുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് ആണ്. എന്തായാലും റസൽമേനിയ 40 ശേഷം നമ്മൾ ഗുന്തറിനെ കണ്ടിട്ടില്ല. എന്തായാലും ഗുന്തർ ഉടൻ തന്നെ റിട്ടേൺ ചെയ്യുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതായത് അടുത്ത റോ എപ്പിസോഡിൽ തന്നെ ഗുന്തർ റിട്ടേൺ ചെയ്യുമെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. സോ എന്തായാലും അതൊരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. കാരണം ഗുന്തറിനെ പോലെ ഒരു സൂപ്പർ സ്റ്റാറിന് വളരെയധികം ആവശ്യമാണ് റോ ബ്രാൻഡിന് ഈ ഒരു സമയത്ത്. അതായത് പല സൂപ്പർ സ്റ്റാറും ഇഞ്ചറി വന്ന് പുറത്തായി നിൽക്കുന്ന സമയമാണ്. സോ ഗുന്തർ ഉറപ്പായിട്ട് അവിടെ വേണം. എന്തായാലും ഗുന്തറിൻ്റെ റിട്ടേൺ അടുത്ത റോയിൽ തന്നെ ഉണ്ടാകും. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതായത് മെസ്സേജൊക്കെ ആയിട്ട് ചോദിക്കുന്ന കാര്യമാണ്, എന്തുകൊണ്ട് ഇന്ത്യൻ സൂപ്പർ സ്റ്റാർസിനെ റിലീസ് ചെയ്തു WWE എന്ന് പലരും ചോദിക്കുന്നുണ്ട്. എന്തായാലും അതിനൊരു ഉത്തരം നമുക്ക് ഇതുവരെ കേട്ടിട്ടില്ല. എന്തായാലും നമുക്ക് അത് അറിയാനും സാധിക്കത്തില്ല ഉടനെങ്ങും. കാരണം അത് ഇന്ത്യൻ സൂപ്പർ സ്റ്റാർസ് തന്നെ പറയണം എന്താണ് അതിനുള്ള കാരണമെന്ന്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അവരുടെ ഒരു റിലീസ് ക്ലോസിനകത്ത് 90 ദിവസം കഴിഞ്ഞ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിവീൽ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതായത് WWE ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു 90 ഡേയ്സ് കഴിഞ്ഞാൽ റിവീൽ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് അവരൊന്നും പറയാത്തത്. ഇങ്ങനെ ക്രിപ്റ്റിക് ട്വീറ്റ്സ് മാത്രം പലരും ഇടുന്നുണ്ട്. ഇപ്പോൾ സംഖ്യയാണെങ്കിലും വീറാണെങ്കിലും ഇന്ദ്രാണെങ്കിലും അങ്ങനെയുള്ള ട്വീറ്റ്സ് ഇടുന്നു. പക്ഷേ അവർ കറക്റ്റായിട്ടുള്ള കാര്യം പറയുന്നത്. സോ കറക്റ്റായിട്ടുള്ള കാര്യം നമുക്കൊരു 90 ഡേയ്സ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് അവരുടെ ഇൻ്റർവ്യൂ ഒക്കെ വരുമ്പോൾ നമുക്കറിയാൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ എന്തുകൊണ്ടാണ് ഈ ഒരു ഇന്ത്യൻ സൂപ്പർ സ്റ്റാർസിനെ എടുത്ത് മാറ്റിയത് എനിക്കൊരു പിടിയും കിട്ടുന്നത്. എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് കുറച്ചുകൂടെ ക്വാളിറ്റി ആയിട്ടുള്ള ഇന്ത്യൻ സൂപ്പർ സ്റ്റാർസിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണോ ഇവരെടുത്ത് കളഞ്ഞതെന്ന് എനിക്കറിയില്ല. ബട്ട് ഇവർക്കും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ആൾക്കാർ തന്നെയാണ്. എന്തായാലും WWE എന്തിനാണ് ഇന്ത്യൻ സൂപ്പർ സ്റ്റാർസിനോട് ഇത്ര വിരോധമാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവരുടെ ചിന്തയിലുണ്ടോ, എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയണം. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് എല്ലാവരും റോമൻ റൈഡ്സിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. റോമൻ റൈഡ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ? എന്തായാലും നിങ്ങളെല്ലാം പറഞ്ഞാണ് റോമൻ റൈഡ്സ് പുതിയൊരു മൂവി ചെയ്യുന്നുണ്ട്, ഒരു കോമഡി മൂവിയൊക്കെയാണെന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഒരു പിക്ക് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും ആ ഒരു പിക്ക് ഞാൻ നിങ്ങളെ കാണിക്കാം. സോ ഇതേ ഉള്ളൂ റോമൻ റൈഡ്സുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്. റോമൻ റൈഡ്സ് ഫാൻസ് ചോദിച്ചു, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും അദ്ദേഹം എപ്പോൾ വരും, എങ്ങനെ വരും എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ബട്ട് ഇപ്പോൾ ബ്ലഡ് ലൈനിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ റോമൻ റൈഡ്സ് പറയുന്നത്, അതായത് റോമൻ റൈഡ്സിൻ്റെ ആ ഒരു രീതി തന്നെ നടക്കുന്ന കാര്യങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഏതാണ്ടൊക്കെ ഉറപ്പായിട്ടൊരു കാര്യമാണ്. അതായത് കോഡ് റോഡ്സ് ഈ ഒരു ബാക്ക്ലാഷ് നേരിടാൻ പോകുന്നത് AJ സ്റ്റൈൽസിനെയാണെന്ന്. എന്നാലും AJ സ്റ്റൈൽസിനൊരു പ്രത്യേകതയുണ്ട്. അതായത് കോഡ് റോഡ്സ് കുറച്ച് AJ സ്റ്റൈൽസ് മത്സരത്തിന് പ്രത്യേകതയുണ്ട്. നമ്മുടെ AJ സ്റ്റൈൽസ് കോഡ് റോഡ്സിൻ്റെ അച്ഛനായ ഡസ്റ്റിൻ റോഡ്സിനെ നേരിട്ടിട്ടുണ്ട്. സോ അങ്ങനെ ഒരു പ്രത്യേകത ഈ ഒരു മാച്ചിനുണ്ട്. എന്തായാലും കോഡ് റോഡ്സിന് അതൊരു സ്പെഷ്യൽ മാച്ചായിരിക്കും. കാരണം തൻ്റെ അച്ഛനെ നേരിട്ട ഒരു ഒപ്പോണന്റിനെ നേരിടുക എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലായിട്ടുള്ള കാര്യം തന്നെയാണ്.